പുഷ്പ 2 റിലീസിനിടെ സ്ത്രീ മരിച്ച സംഭവത്തിൽ അല്ലു അർജുൻ റിമാൻഡിൽ. ചഞ്ചൽഗൂഡ ജയിലിലേക്ക് മാറ്റും. എഫ്ഐആർ റദ്ദാക്കണമെന്ന ഹർജി തെലങ്കാന ഹൈക്കോടതിയിൽ. പോലീസിന്റേത് അധികാര മേൽക്കോയ്മയെന്ന KTR. പാലക്കാട് കരിമ്പയിൽ ലോറി പാഞ്ഞുകയറി മരിച്ച വിദ്യാർത്ഥിനികളുടെ മൃതദേഹങ്ങൾ കബറടക്കി. തൊട്ടടുത്ത കബറുകളിൽ 4 പേർക്കും അന്ത്യവിശ്രമം. പനയമ്പാടത്ത് വേഗത നിയന്ത്രിക്കാൻ സ്പീഡ് ബ്രേക്കർ സ്ഥാപിക്കും. സംസ്ഥാനത്ത് ഇന്ന് നിരവധി അപകടങ്ങൾ. എറണാകുളത്ത് കാറും ഒമ്നി വാനും കൂട്ടിയിടിച്ച് വാൻ ഡ്രൈവർ മരിച്ചു. പൊന്നാനിയിൽ വിദ്യാർത്ഥികൾക്കിടയിലേക്ക് കാർ പാഞ്ഞുകയറി. തിരുവനന്തപുരം പോത്തൻകോട് വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ഓട്ടോറിക്ഷ മറിഞ്ഞു. ചാണ്ടി ഉമ്മനെ അനുനയിപ്പിക്കാൻ ഹൈക്കമാൻഡ്. പരാതികൾ ഹൈക്കമാൻഡ് കേൾക്കും. പാർട്ടിയെ വെട്ടിലാക്കുന്ന പരസ്യ പ്രസ്താവനകൾ ഒഴിവാക്കണമെന്ന നിർദ്ദേശം. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെതിരെ വെളിപ്പെടുത്തൽ നടത്തിയ ബാലചന്ദ്രകുമാർ അന്തരിച്ചു. വൃക്കരോഗത്തിന് ചികിത്സയിലിരിക്കെ ചെങ്ങന്നൂരിലെ ആശുപത്രിയിലായിരുന്നു അന്ത്യം. പ്രധാന സാക്ഷിയുടെ മരണം കേസിൽ അന്തിമവാദം നടക്കുന്നതിനിടെ. പ്രൊഫസർ TJ ജോസഫിന്റെ കൈവെട്ടിയ കേസിൽ മുഖ്യപ്രതിയുടെ ശിക്ഷ മരവിപ്പിച്ചു. 3-ാം പ്രതി MK നാസറിന് ജാമ്യം. 9 വർഷം ജയിലിൽ കിടന്നതിനാൽ ജാമ്യത്തിന് അർഹനെന്ന് കോടതി.